ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു റിംഗ് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. ഒരു മോതിരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു മോതിരം ഉപയോഗിച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ശരിക്കും അങ്ങനെ ഒരു മെത്തേഡ് ഉള്ളതാണ്, അങ്ങനെ നമുക്ക് ചെയ്യാനും പറ്റും. റിംഗ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പല രീതിയിൽ ചെയ്യാമെങ്കിലും ഞാൻ എൻ്റെ വേർഷൻ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള വേർഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. കാരണം പല വീഡിയോസിന്റെയും താഴെ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കമന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഞാൻ ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണാതെയാണ് ചോദിക്കുന്നത് എന്നുള്ളതല്ലേ. സോ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടിട്ട് വേണം ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ മെത്തേഡിന് വേണ്ടി നിങ്ങൾക്കൊരു റിങ് അല്ലെങ്കിൽ ഒരു മോതിരം വേണം. ഓക്കെ, ആ മോതിരം എന്ത് ടൈപ്പും ആകാം. ഗോൾഡ് വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു മെറ്റീരിയൽ ഇവിടെ നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ പഴയതോ പുതിയതോ ആയിട്ടുള്ള എന്ത് മോതിരം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ ഒരു കാര്യം പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കയ്യിൽ മോതിരം വേറെ ആളുകളാണെങ്കിൽ അതല്ലാതെ ഒരു മോതിരം ഉപയോഗിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ റീസൺ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഉള്ള ഒരു മോതിരം ഉള്ളെങ്കിൽ അത് മതി കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു റിംഗ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിങ്ങിന്റെ ഈ സർക്കുലർ ഷേപ്പ്, ഈ വട്ടത്തിലുള്ള വൃത്താകൃതി എന്ന് പറയില്ലേ, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റി, അതുപോലെ പൂർണ്ണത, അതുപോലെ എന്താണ് നമുക്ക് തകർക്കപ്പെടാൻ പറ്റാത്ത ഫോക്കസ് ഒക്കെ. സോ അതിനെയാണ് നമ്മളിത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സോ അതുകൊണ്ടാണ് നമ്മൾ റിങ് യൂസ് ചെയ്തുകൊണ്ട് ഇത് മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം റിങ്ങിലേക്ക് ചാർജ് ചെയ്തുകൊണ്ട് റിങ്ങിനെ പോസിറ്റീവ് ആക്കി വെച്ചാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. എനിക്ക് ഇത്ര പറയാനുള്ളൂ. അതായത് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു മോതിരം മാത്രമാണ്. ഓക്കെ, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു റിങ് സെലക്ട് ചെയ്യുക, ഒരു മോതിരം എടുക്കാം. ഈ ഒരു റിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് ഒരുപാട് ടൈറ്റ് ആവരുത്, ഒരുപാട് ലൂസ് ഒന്നും ആവരുത്. നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു മോതിരം നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇത് വെച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാം. നമ്മളുടെ കയ്യില്, ഞാൻ ചെയ്യുന്ന മെത്തേഡ് കേട്ടോ പറയുന്നത്, നമ്മുടെ കയ്യില് നമ്മൾ കൈക്കുള്ളിൽ ഇങ്ങനെ മോതിരം എടുത്ത് പിടിച്ചിട്ട് ഈ കൈ അങ്ങ് ക്ലോസ് ചെയ്യാം. കൈക്കുള്ളിൽ മോതിരം വെച്ചിട്ട് കൈ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് നമ്മളുടെ ആ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ആ ആഗ്രഹം, ഇപ്പൊ നിങ്ങൾ ഒരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലവ് റിലേഷൻഷിപ്പ് വേണം എന്ന് ആഗ്രഹമെങ്കിൽ ആ ഒരു സ്പെസിഫിക് പേഴ്സണെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു വ്യക്തിയില്ല, നല്ലൊരു ലൈഫ് പാർട്ട്ണറെയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു ആളെ കുറിച്ച് മനസ്സിലിങ്ങനെ ശക്തമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതല്ല, നിങ്ങൾക്ക് കുറച്ച് പണത്തിന്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിയിരിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് ഇതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ റിങ്ങിന് പല പവറും ഉണ്ടെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അതിലേക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, കുറച്ചു നേരം നിങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ചിന്തിക്കുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് ചിന്തിക്കുകയും വേണം. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കൈ ഓപ്പൺ ആക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ നിന്ന്, ഇപ്പൊ നമ്മൾ ആ വിഷ്വലൈസ് ചെയ്തപ്പോൾ മുമ്പേ അങ്ങനെ ആലോചിച്ച സമയത്ത് നമ്മളുടെ ബോഡിയുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഡിസയറിനൊപ്പം എത്തിയിരിക്കണം. നമ്മളുടെ ആ ഒരു വൈബ്രേഷൻ ലെവല് അതിനൊപ്പം എത്തിയിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഹൈ വൈബ്രേഷൻസ് ഈ മോതിരത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഓക്കെ, അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ഹാർട്ടിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ഗോൾഡൻ ലൈറ്റ് ഈ ഒരു മോതിരത്തിലേക്ക് ഇങ്ങനെ പതിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റ് പതിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൈ മുഴുവനും, നിങ്ങളുടെ ഏത് കൈയിലാണോ മോതിരം പിടിച്ചിരിക്കുന്നത് ആ കൈ മുഴുവനും ഗ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾ ചെയ്യുക. ഞാൻ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് പോകുന്നു, കൈ ഫുള്ളും ആ ലൈറ്റ് ആയിട്ട് കൈ ഇങ്ങനെ വൈറ്റ് കളറിൽ കൈ ഫുൾ ഇങ്ങനെ
തിളങ്ങുന്നതായിട്ടാണ് ഞാൻ ഇമാജിൻ ചെയ്യുന്നത്. ലൈറ്റ് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ എനർജി, നമ്മളുടെ ആ ആഗ്രഹം നടത്തി തരാൻ പറ്റുന്ന ആ ഒരു എനർജി ഇപ്പോൾ ഈ മോതിരത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ മോതിരത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ എനർജി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ എനർജി മുഴുവനും ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ഈ എനർജി അടങ്ങിയ ഒരു മാജിക്കൽ റിംഗ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മോതിരം മാറിയിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആഗ്രഹം വിഷ്വലൈസ് ചെയ്തത് എനർജി ആയി നമ്മളുടെ ഈ കയ്യിലിരിക്കുന്ന റിംഗിലേക്ക് ഫ്ലോ ചെയ്ത് ഇപ്പോൾ ഈ റിംഗ് ഒരു മാജിക്കൽ റിംഗ് ആയി എന്ന് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഈ മോതിരം നിങ്ങളുടെ കയ്യിൽ ഇടുക. ഓക്കെ, നിങ്ങളുടെ വിരലിലേക്ക് ഈ മോതിരം ഇടുക. ഇനി അങ്ങനെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോതിരം ചൂസ് ചെയ്യുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ലവ് റിലേഷൻഷിപ്പ് ആണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതാണ് നമുക്ക് നമ്മളുടെ മോതിരവിരലാണല്ലോ, മോതിരവിരലിൽ മോതിരം ഇടാം. അതല്ല ഇൻഡെക്സ് ഫിംഗറിലാണെങ്കിൽ നിങ്ങൾ പവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫിംഗറിൽ ഇടാം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മോതിരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഓരോ വിരലിലും മോതിരം ഇടുന്നതിന് ഓരോ അർത്ഥങ്ങളുണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനകത്ത് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിരലിൽ നിങ്ങൾക്ക് മോതിരം, നിങ്ങളുടെ ഇന്റൻഷൻ പ്യുവർ ആയിരുന്നാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ഓരോ തവണയും ഈ മോതിരം കാണുമ്പോഴും ഓരോ തവണയും നിങ്ങൾ ഈ മോതിരത്തെ സ്പർശിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ ആ ഒരു ഇന്റൻഷനെ റീകോൾ ചെയ്യുകയും നിങ്ങളുടെ അഫർമേഷൻ, ആ ഒരു ആഗ്രഹത്തെ റീഅഫെയിം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഓരോ തവണയും നിങ്ങൾ ഇതിൽ കാണുമ്പോൾ, നിങ്ങൾ ഓരോ തവണയും കാണുമ്പോൾ ഓർക്കുക ഇതൊരു മാജിക്കൽ റിംഗ് ആണ്. ഈ മാജിക്കൽ റിങ്ങിന് നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു തരാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പുതിയൊരു റിംഗ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത, നിങ്ങൾ സ്ഥിരം മോതിരം ധരിക്കുന്ന ഒരാളല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് റിംഗ് വേണമെങ്കിലും ഇടാം. അതല്ല, സ്ഥിരം മോതിരം ധരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്ഥിരം ധരിക്കുന്നതല്ലാത്ത ഒരു മോതിരം ചൂസ് ചെയ്യാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, സ്ഥിരം നമ്മൾ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരമാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കത്തില്ല. ഓക്കെ, ഇപ്പം ഞാൻ സ്ഥിരം മോതിരം ധരിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ ഒരു മോതിരം കിടക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കും. അതെന്റെ മാനിഫെസ്റ്റേഷൻ എളുപ്പമാക്കി തരാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ മോതിരം കാണുമ്പോൾ ഞാൻ ഇത് ആലോചിക്കും. ഓക്കെ, നമ്മളുടെ ഫോക്കസ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ എത്ര നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോയാലും എൻ്റെ കയ്യിൽ ഈ മാജിക്കൽ റിംഗ് ഉണ്ട്, ഞാൻ സാധ്യമാക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറും. അതായത് ശരിക്കും നമ്മുടെ വൈബ്രേഷൻ ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് പണമാണെന്ന് വിചാരിച്ചോ, അപ്പോൾ പൈസ കയ്യിലില്ലാത്ത ഒരാളുടെ ഉള്ളിൽ എപ്പോഴും ടെൻഷനും സ്കേഴ്സിറ്റിയും ആയിരിക്കും അല്ലെ, ഇല്ലായ്മയെ കുറിച്ചുള്ള ഒരു വറീനെസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഇന്നലെ വൈകുന്നേരം നിങ്ങൾക്ക് ഒരു 10,000 രൂപ വേണം, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു 10,000 രൂപ വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഒരാളാവുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കും. പക്ഷെ നിങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടാവില്ല അല്ലെ. 10,000 രൂപയല്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ പൈസ ഉള്ള ആളുകളുടെ വൈബ്രേഷൻ, പൈസ ഇല്ലാത്ത ആളുകളുടെ വൈബ്രേഷൻ തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. സോ നമ്മളെ വൈബ്രേഷൻ ഉയർത്തി ആ ഉള്ള ആളുകളുടെ വൈബ്രേഷനിലേക്ക് എത്തിക്കുക, എന്നിട്ട് വേണം നമ്മൾ ഈ മോതിരം ചാർജ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ബിലീവ് സിസ്റ്റം വരും. നമ്മളുടെ ഈ റിംഗ് എന്ന് പറഞ്ഞൊരു മാജിക്കൽ റിംഗ് ആണ്, ഈ മാജിക്കൽ റിംഗിന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറ്റുമെന്നുള്ള കാര്യം. ഓക്കെ, ഇനി എത്രത്തോളം നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര നാൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം ചോദിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഈ അഫേം ചെയ്തിട്ട് വിരലിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ ഇത് കാണുമ്പോൾ റീകോൾ ചെയ്താൽ മാത്രം മതി, റീഅഫെയിം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. വീണ്ടും ഇത് ഊരി അഫേം ചെയ്യുമൊന്നും വേണ്ട. ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോട്ടെ, ഒരു 21 ദിവസം തൊട്ട് 30 ദിവസം വരെ അത് കയ്യിലിരുന്നോട്ടെ. നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് നിങ്ങളുടെ വൺസ് നിങ്ങളുടെ ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങളത് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഊരിയെടുത്തിട്ട് മറ്റൊരു പർപ്പസിന് വേണ്ടി വീണ്ടും ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ശേഷം ഏതാണേലും നമുക്കത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കണം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ നമ്മൾ അഫർമേഷനും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം, അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. അതുപോലെ നമ്മൾ ഈ വിശ്വസിക്കുക എന്നുള്ളതാണ്, ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സിലെ ഡൗട്ട് വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കത്തില്ല. നെഗറ്റീവ് ബിലീഫ്സ് വെച്ചുകൊണ്ടിരുന്ന ഒരിക്കലും അത് നടക്കത്തില്ല. ജലസ് ആണെങ്കിലും അതും ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് മാത്രം കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ എല്ലാവരും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പത്തെ വീഡിയോയിൽ, നമ്മൾ മനഃപൂർവ്വമായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറെ ആയി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവായിട്ടുള്ള വ്യക്തിയായിട്ട് മാറും. സോ നിങ്ങൾ ഈ ഒരു റിംഗ് ടെക്നിക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.